ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഒരു വെറൈറ്റി റെസിപ്പിയായ പൈനാപ്പിൾ തോരനാണ്. സാധാരണ നമ്മളൊക്കെ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പച്ചടി, അതുപോലെ പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ അല്ലേ. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു പൈനാപ്പിൾ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പച്ച പൈനാപ്പിൾ വെച്ച്, കണ്ട നല്ലൊരു പച്ച പൈനാപ്പിൾ ആണ്. ഈ പച്ച പൈനാപ്പിൾ വെച്ച് നമുക്ക് നല്ലൊരു ഉഗ്രൻ തോരൻ ഉണ്ടാക്കിയാലോ. ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. പൈനാപ്പിളിൻ്റെ തൊലിയെല്ലാം ആദ്യം ഞാനൊന്ന് ചെത്തി മാറ്റട്ടെ. ഇനി നമുക്കിത് തോരൻ അരിയുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാവേ. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചു കൊടുക്കാം. ഇതുപോലെ ഞാനെല്ലാം ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കട്ടെ. പൈനാപ്പിൾ തോരനുള്ള പൈനാപ്പിൾ എല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഞാൻ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലതായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് 2-3 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാവേ. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ഇതിന് ചെറിയുള്ളിയോ സവാളയോ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്. സവാളയായാലും കുഴപ്പമില്ല. ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണേ. ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. നല്ലപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളൂടെ കേട്ടോ, തോരന് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളൂടെ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം നമ്മുടെ പൈനാപ്പിൾ കുക്ക് ചെയ്യാൻ. ഈ വെള്ളം അതിനിങ്ങനെ ഊർന്ന് വന്നുകൊണ്ടിരിക്കും. അത് ഹൈ ഫ്ലെയിമിലിട്ടാണ് വേവിക്കുന്നത്. അടച്ചു വെച്ചേക്കുവാണേ വേകാൻ വേണ്ടി. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ അരമുറി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 4-5 പച്ചമുളക് ചേർത്തോണം എരിവിനനുസരിച്ച്. 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ജീരകം ഒരു 1/4 സ്പൂൺ എടുത്താൽ മതി. മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്. മുളക് പൊടിയും അതുപോലെ ഒരു 1/2 സ്പൂണ്. ഇതെല്ലാം ഞാൻ നന്നായി ചതച്ചെടുത്തുകൊണ്ട് വരട്ടെ. തേങ്ങയെല്ലാം നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയേ. നമ്മുടെ പൈനാപ്പിൾ നടൻ വരെ നോക്കണ്ടേ. അരപ്പൂടെ അങ്ങ് ചേർക്കാം. ഉപ്പൂടെ ആവശ്യത്തിന് ചേർത്തേക്കാവേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ അരപ്പും പൈനാപ്പിളും ഉള്ളി എല്ലാം കൂടെ കിടന്ന് വേകട്ടെ. ഹൈ ഫ്ലെയിമിലിട്ടാണ് വേവിക്കേണ്ടത് കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ അടച്ചു വെച്ചേക്കാം. പൈനാപ്പിൾ തോരൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറക്കാം. നല്ലതായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ പൈനാപ്പിൾ തോരൻ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തോരനാണ്. സ്കൂൾ തുറന്നാൽ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ നമുക്ക് പൈനാപ്പിൾ തോരൻ ഉണ്ടാക്കി കൊടുത്തു വിടാം. അതുപോലെ ഈ തോരൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കില്ല. കമൻറ്റ് എഴുതണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം.
ഓക്കെ ബൈ, താങ്ക് യു.